എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 11-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കുര്യൻ്റെ നിർബന്ധപ്രകാരം പിറ്റേ ദിവസം കാലത്ത് തന്നെ ദേവികുളം രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്തു. അന്ന് വൈകിട്ടോടെ എല്ലാവരും തിരിച്ച് ആനക്കയത്ത് എത്തി. ഒരുത്തനെക്കൊണ്ട് പെണ്ണ് കെട്ടിച്ച് തിരിച്ചു വീട്ടിലെത്തിച്ചു. എന്നിട്ടും അവൻ്റെ വകയായി യാതൊന്നും വാങ്ങിത്തന്നില്ല. സാധാരണഗതിയിൽ കല്യാണ സദ്യ ഉണ്ടാവുന്നതാണ്. അതോ പോട്ടെ, എന്നാലും കുറഞ്ഞപക്ഷം വൈകുന്നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിത്തരും എന്ന് ഞാൻ വിചാരിച്ചു. ഏപ്പട്ടെ, ഇവനെങ്ങും അങ്ങനെ ഒരു പദ്ധതി ഇല്ല. അതുകൊണ്ട് ഞാനും ആ പെൺകൊച്ചും വിശന്ന് തളർന്ന് ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇടമുളയിൽ വീട്ടുകാർ പരാതി കൊടുക്കുകയും പോലീസ് വരികയും ചെയ്തെങ്കിലോ എന്ന് പേടിച്ചാണ് രാവിലെ തന്നെ ദേവികുളം വരെ പോയി കറങ്ങി ചുറ്റി വന്നത്. അതിനിടയ്ക്ക് വിശപ്പ് പോയിട്ട് ദാഹം പോലും ഉണ്ടായില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വിശപ്പുണ്ടാകുന്നത്. കുര്യന് കാര്യം മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് തോന്നുന്നു. ചുമ്മാ തന്നെ ഒന്ന് കളിയാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് രണ്ടിനും ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. തട്ടിനാണെങ്കിൽ അത്ര കൂടിയ ബലവുമില്ല. അത് ഒരാൾക്ക് കിടക്കാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയ തട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 2 പേർക്കുമുള്ളത് നല്ലത് നമുക്കുണ്ടാക്കാം. ഏതായാലും വസ്ത്രം മാറാനും മറ്റും ഉപയോഗിക്കാവുന്ന ഒരു മുറിയാണത്. അത്രയും മാത്രം കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇവർ 2 പേരും ഇന്നലെയും ആ മുറിയിൽ തന്നെ അല്ലായിരുന്നോ? അന്നേരം ചേട്ടായി ന്യായമൊന്നും പറയുന്ന കേട്ടില്ലല്ലോ. ഇന്നെന്താ പ്രത്യേകത? തട്ടും അതുതന്നെ, അവരും അതുതന്നെ. എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എടീ, ഇന്നലെ അവർ 2 പേരും വിവാഹിതരായിരുന്നില്ല. ഒളിച്ചോടിപ്പോന്ന 2 പേർ മാത്രമായിരുന്നു അവർ. ഇന്ന് പക്ഷേ അങ്ങനെയാണോ? നിയമപരമായി അവർ വിവാഹിതരല്ലേ? മാനസികമായി നേരത്തെ അടുത്തവരുമാണ്. അപ്പോൾ അവർക്ക് ശാരീരികമായി അടുക്കണമെന്ന് തോന്നിയെങ്കിലോ? അല്ല, അങ്ങനെ തോന്നിക്കൂടെ? നമ്മുടെ ഒരനുഭവം വെച്ച് നോക്കുമ്പോൾ നിനക്കെന്തു തോന്നുന്നു? പോ മനുഷ്യനെ, തക്കം എന്തെങ്കിലും കിട്ടിയെങ്കിൽ അപ്പോൾ ആ കാര്യം പറയാനേ സമയമുള്ളൂ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു പറയാൻ, അതും അവരുടെ കേൾക്കൽ. ആരുടെ കേൾക്കലാണേലെന്താ? ഭർത്താവിന് ഭാര്യയോട് പറയാവുന്നതിൽ കൂടുതലായി ഒന്നും കുര്യൻ പറഞ്ഞില്ല. അതും തൻ്റെ പ്രിയ ഭാര്യ ലീലാമ്മയോട്. അവൾക്ക് പറയുന്നതിലേ കുഴപ്പമുള്ളൂ. ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നാണവും മറ്റുള്ളവരെ കേൾപ്പിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അത് തനിക്ക് അറിയാത്തതല്ലല്ലോ. അതൊക്കെ പോകട്ടെ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ പോത്ത് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടോ? വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ വാങ്ങിത്തന്നിട്ടല്ലേ പോയത്. നീയല്ലേ ആള്. അതുകൊണ്ട് ഏതായാലും ചെയ്തു വെച്ചു കാണും. ആ കാര്യം ഏകദേശം എനിക്ക് ഉറപ്പാ പെണ്ണേ. അങ്ങനെയാണെങ്കിൽ ആ കത്രീനായെ കൂടി അടുക്കളയിലേക്ക് വിളിച്ചോ. 2 പേരും കൂടി വേഗം സാധനം വിളമ്പി ടേബിളിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായിക്കൂ. ലീലാമ്മയോട് ഒരു കാര്യം ഉണ്ടാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചാൽ അവൾ അത് നല്ല വെടിപ്പായി ഉണ്ടാക്കും എന്ന കാര്യം കുര്യന് എത്രയോ കാലമായി തീർച്ചയായ കാര്യമാണ്. എന്നാൽ എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ പോയി വാങ്ങാനെങ്ങാനും പറഞ്ഞാൽ അവൾ മുഖം കറുപ്പിക്കും. അവളുടെ നിറം മാറും. നിവൃത്തിയുണ്ടെങ്കിൽ പോവുകയില്ല. വീടിനുള്ളിൽ നിന്ന് ചെയ്യാവുന്ന എന്തു പണിക്കും ലീലാമ്മ റെഡി. പറഞ്ഞേൽപ്പിച്ചു പോയേച്ചാൽ മതി. ഏതു തരം ഭക്ഷണവും ശരിയാക്കാൻ അറിയാം. നല്ല രുചിയുമാണ്. കുര്യനും പിള്ളേർക്കും വലിയ കാര്യമാണ്. പുറമെ എവിടെ പോയി കഴിച്ചാലും തങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന അത്രയും രുചി ഉണ്ടാവുകയില്ല എന്ന് പിള്ളേർ പറയും. ശരിയാവില്ലെന്ന് കുര്യനും പറയും. അത് ലീലാമ്മയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എന്നാലും അവൾ അത് നിലനിർത്തുന്നത് കൊണ്ട് അവരുടെ ചിന്താഗതി മാറാതിരിക്കും. അതിനായി അവൾ പ്രത്യേകം ശ്രദ്ധിക്കും. ലീലാമ്മ കത്രീനായെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ബീഫ് കഷ്ണങ്ങൾ സാമാന്യം വലുതാക്കി മുറിച്ച് വേവിച്ച് ബിരിയാണി അരിയും വേറെ വേവിച്ച് 2ഉം കൂടി കൂട്ടിച്ചേർത്താണ് ബീഫ് ബിരിയാണി തയ്യാറാക്കിയത്. ചേർക്കുന്ന മസാലയെക്കുറിച്ചൊന്നും ചോദിച്ചാൽ വ്യക്തമായി അറിയത്തില്ല. എന്നാലും
ബിരിയാണിക്ക് ചേർക്കുന്ന ഐറ്റങ്ങളായ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം നന്നായി ചേർത്തിട്ടുണ്ട്. ആകെ കൂടി നല്ല ഒരു മണം. പാത്രം തുറന്നപ്പോഴേ കുര്യൻ നീട്ടി മണം പിടിക്കാൻ തുടങ്ങി. കുര്യൻ എന്താ ഇത്ര കാര്യമായി മണം പിടിക്കുന്നത്? എന്താണാവോ സ്പെഷ്യലായി വിഭവമുണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ഇത്ര രസകരമാണ് മണം പിടിക്കാനെങ്കിൽ തിന്നാൻ എന്തുമാത്രം രസമായിരിക്കും. ഇന്നത്തെ കല്യാണ സദ്യയുടെ ചെലവ് മുഴുവൻ നിന്റെ വകയാണ്. നീ അത് പിന്നെ തന്നാൽ മതി. വൈകുന്നേരം പോത്തിറച്ചി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ് എല്ലാവർക്കും സമൃദ്ധമായി വിളമ്പുന്നത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വീട്ടുകാർ മാത്രം. ഇന്നത്തെ ചെലവൊക്കെ ഞാനങ്ങ് തന്നേക്കാം. നീ എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ പകരം എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്തു കൊള്ളാം. മക്കളുടെ കല്യാണമോ മറ്റെന്തെങ്കിലുമൊക്കെ വരട്ടെ. ഞാൻ ഏതായാലും ഈ നാട്ടിൽ തന്നെ കാണുമല്ലോ. അവതച്ചൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ നല്ല വിഭവമായിരുന്നു ബീഫ് ബിരിയാണി. അയാൾ അത് ശരിക്കും ആസ്വദിച്ച് വയറ് നിറച്ചു കഴിച്ചു. അന്നത്തെ യാത്രയുടെയും അലച്ചിലിൻ്റെയും മടുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. വയറ് നിറച്ചുള്ള ഭക്ഷണവും കൂടി ആയപ്പോൾ തങ്ങളുടെ ആദ്യ രാത്രിയാണ് എന്നുള്ള വിവരം ഓർമ്മിക്കാതെ 2 പേരും തണുപ്പത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. മാത്രവുമല്ല, കുര്യൻ ഓർമ്മിപ്പിച്ച പ്രത്യേക കാര്യം തട്ടിൻ്റെ ബലം കുറവിനെക്കുറിച്ചുള്ളതും ഓർമ്മയിലുണ്ടായിരുന്നു. എങ്ങാനും പൊളിഞ്ഞ് താഴെ വീണാൽ രാത്രിയിൽ അത് നാണംകേടുമാകും, കൂടുതൽ അപകടവുമാകും ചിലപ്പോൾ. അതുകൊണ്ട് 2 പേരും അന്ന് സംയമനം പാലിച്ച് ചേർന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെയാണ് കത്രീനാമ്മ തങ്ങളുടെ സ്ഥലം വിശദമായി ഒന്ന് കണ്ടത്. ആ കൂടെ തന്നെയാണ് അവതയും ശരിയായി തങ്ങൾക്കുള്ള സ്ഥലം കണ്ടത്. കാര്യം പറഞ്ഞാൽ അളക്കാനും മറ്റുമായി നേരത്തെ ഒരിക്കൽ വന്നു കണ്ടിരുന്നെങ്കിലും അന്ന് ഇത്രയും വിശദമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തമായതുകൊണ്ടോ എന്തോ ആ സ്ഥലത്തിന് സാധാരണയിൽ കൂടുതൽ ഒരാകർഷണമുള്ളതായി അവർക്ക് തോന്നി. ഒരു അരുവിലൂടെ ഒഴുകുന്ന അരുവി തന്നെ ആ പറമ്പിന് മനോഹാരിത കൂട്ടുന്നു. അരുവിയോട് ചേർന്ന് നിൽക്കുന്ന ഈറ്റക്കാടാണ് അടുത്ത മനോഹര ഭാഗം. അതുകൂടി കഴിഞ്ഞിട്ടാണ് അവരുടെ പറമ്പ് ശരിക്കും ആരംഭിക്കുന്നത്. പറമ്പ് നിറയെ മരങ്ങളും കുറ്റിക്കാടുകളുമാണ്. ആദ്യപടിയായി അത് മുഴുവൻ വെട്ടി കത്തിച്ചു വൃത്തിയാക്കണം. അതിനു മുൻപ് തന്നെ അവിടെ ഒരു കുടിൽ കെട്ടാനുള്ള സൗകര്യം കണ്ടുപിടിക്കണം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള പണി തുടങ്ങുകയും വേണം. കുര്യൻ്റെ വീട്ടിൽ എത്ര ദിവസം താമസിക്കാൻ പറ്റും? ഒരു കുടിൽ കെട്ടാൻ എത്ര ദിവസം വേണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരാശയം അവതച്ചന് ഇല്ലായിരുന്നു. എവിടെയാടാ പുതിയ ഒരു വീട് വയ്ക്കാൻ കൊള്ളാവുന്ന സ്ഥലം? നീ അതിന് പറ്റുന്ന സ്ഥാനമൊന്ന് കണ്ടേ. നിരപ്പായ സ്ഥലമായതുകൊണ്ട് സ്ഥലത്തിൻ്റെ ചെരിവ് എങ്ങോട്ടാണെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഏതായാലും രണ്ടും കൽപ്പിച്ചൊരു സ്ഥലം അങ്ങ് കണ്ട് അവിടെ ഒരു കുടിൽ വയ്ക്കുക. നാളെ മുതൽ തന്നെ പണി തുടങ്ങണം. ബാക്കിയുള്ള മരങ്ങളൊക്കെ പിന്നീട് വെട്ടി വീഴ്ത്തിയാലും മതി. മേയാൻ ഈറ്റയില കൊണ്ടുവരാൻ ഞാൻ 2 പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് അതവർ എത്തിക്കും. ഈ പറമ്പിൽ നിന്നുള്ള മരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തൂണ് വെട്ടിയെടുക്കാൻ പറ്റും. കഴിയുമെങ്കിൽ കഴുക്കോലിനുള്ള വണ്ണം കുറഞ്ഞ മരങ്ങൾ കാട്ടിൽ കയറി മുറിക്കാം. അതിനൊക്കെ ആയിട്ട് നാളെ 2 പേരോടുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വീട് പണിയാൻ സാമാന്യം നല്ല പരിചയവുമുണ്ട്. കൂലി അല്പം കൂടുതലാണ് കേട്ടോ. ആവശ്യ സമയത്ത് കൂലി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മാത്രവുമല്ല, നന്നായി പണിയെടുക്കുന്നവർക്ക് കൂലി കൂടുതൽ കൊടുക്കും. അതും മനസ്സോടെ തന്നെ കൊടുക്കാൻ പണിയെടുക്കുന്നവർക്ക് തോന്നുകയും ചെയ്യും. സമയം നഷ്ടപ്പെടുത്തുന്നവർക്കും പണിയെടുക്കാൻ മടിയുള്ളവർക്കും കൂലി കൊടുക്കാനാണ് പണിക്ക് വിളിക്കുന്നവർക്ക് മടി. അതൊന്നും സാരമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്ക് ഒരു കുടില് കെട്ടുകയാണ് അത്യാവശ്യം. കാര്യങ്ങളൊക്കെ മുന്നേ അറിഞ്ഞു ചെയ്തതുകൊണ്ട് നാളെ മുതൽ തന്നെ പണി തുടങ്ങാമല്ലോ. ഇല കൊണ്ടുവരുന്ന പണിക്കാർ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെയായി ബാക്കിയുള്ള സമയത്ത് വീടിന് ആവശ്യമായ ചെറ്റ ഉണ്ടാക്കി തരും. പിന്നെ നമ്മൾ അതുകൊണ്ട് മറ ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
നമ്മൾ വീടിൻ്റെ തൂണും കഴുക്കോലും ഒക്കെ ഇട്ട് മേഞ്ഞു കഴിയുമ്പോഴേക്കും ആവശ്യമായ ചെറ്റ റെഡിയാക്കി തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് മുറി തിരിക്കുകയും തട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇവൻ പറഞ്ഞതിൻ പ്രകാരമാണെങ്കിൽ ആകെ 2-3 ദിവസം കൊണ്ട് വീടിൻ്റെ പണി തീരും. പുതുമണവാട്ടിക്ക് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ പുതിയ വീട്ടിനുള്ളിൽ കയറുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യം വേണ്ടത് കുറേ പാത്രങ്ങളാണ്. അത് കത്രീനയെയും ലീലാമ്മ ചേച്ചിയെയും കൂടി ടൗണിൽ വിട്ടാൽ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യും. കുര്യൻ്റെ കണക്കുകൂട്ടൽ പ്രകാരമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വീടിൻ്റെ പണി മൊത്തത്തിൽ തീരുമല്ലോ. വരുന്ന ഞായറാഴ്ചയാകുമ്പോഴേക്കും വീട്ടിൽ കയറിക്കൂടൽ വയ്ക്കാമല്ലോ. അന്നത്തേക്ക് പള്ളിയിൽ പറഞ്ഞാൽ അച്ഛൻ വന്ന് വെഞ്ചരിച്ചു തരികയും ചെയ്യുമായിരിക്കും. അത് മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ച 2 പേർ താമസിക്കുന്ന വീട് വെഞ്ചരിച്ചു തരണമെന്ന് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ? ആദ്യം പള്ളിയിൽ വെച്ച് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ, അതിനുശേഷമേ വെഞ്ചരിപ്പ് കഴിയൂ എന്ന് അച്ഛൻ പറയാനാണ് സാധ്യത. ഏതായാലും ഈ ആഴ്ചയിൽ ഒരു ദിവസം പോയി അച്ഛനെ കാണണം. കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തീരുമാനമുണ്ടായി. പിറ്റേ ദിവസം തന്നെ ഒടിച്ചു കൊണ്ടുവന്ന ഈറ്റയില ആവശ്യത്തിന് മിച്ചം കൊണ്ടുവന്ന് വീടിനായി തീരുമാനിച്ച സ്ഥലത്ത് കിട്ടി. അവർ തന്നെ ചെറിയ തോതിൽ വേണ്ട നീക്കം വലിച്ചു. മരത്തിൻ്റെ വേരുകളെല്ലാം മുറിച്ചു ദൂരെ കളഞ്ഞു. പിന്നെ വന്ന 2 പണിക്കാർ കൂടി പറമ്പിൽ നിന്ന് തൂണും അതിനടുത്ത് കാട്ടിൽ നിന്ന് ബാക്കി വേണ്ടതെല്ലാം പൊത്തി മുറിച്ചു കൊണ്ടുവന്ന് ഇല റെഡിയാക്കി കൊണ്ടുവന്നവർ തന്നെ ആവശ്യത്തിനുള്ള ഈറ്റ മുറിച്ച് ചെറ്റ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും അന്ന് വൈകുന്നേരമായി. 1-ാം ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം തൂണ് നാട്ടി ഇഴയും വെച്ച് കഴുക്കോലിട്ടു. വാരിയടിച്ച് തീർത്തപ്പോഴേക്കും ആ ദിവസവും കഴിഞ്ഞു. ഒറ്റ ദിവസം കൂടി ഉണ്ടെങ്കിൽ വീടിൻ്റെ കാര്യം ക്ലിയറാവും. മേയുന്നതിന് മുൻപ് തന്നെ സൈഡ് മറയ്ക്കണമോ വേണ്ടയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും മേച്ചിൽ കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനമായി. 3-ാം ദിവസം വീടിൻ്റെ മേച്ചിൽ കഴിഞ്ഞു. കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ കുറേ കമ്പുകളെല്ലാം മുകളിൽ ഇട്ട് ഭദ്രമായി കെട്ടി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഔതച്ചൻ്റെ വീട് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ വീടായി മാറി. 4-ാമത്തെ ദിവസം കൊണ്ട് തന്നെ വീട് മുഴുവൻ മറയ്ക്കുകയും ചെറ്റ കൊണ്ടൊരു തട്ടുണ്ടാക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം ആനക്കയം ടൗണിൽ പോയി അവിടെ കിട്ടാവുന്നത്രയും പാത്രങ്ങളും സാധനങ്ങളും അടുക്കളയിലേക്ക് വേണ്ടി ലീലാമ്മ ചേച്ചിയും കത്രീനാമ്മയും കൂടി പോയി വാങ്ങിക്കൊണ്ടുവന്നു. അതിനടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ആദ്യമായി ആനക്കയം പള്ളിയിൽ നവദമ്പതികൾ കുർബാനയ്ക്ക് പോയി. അവരെ അറിയുന്ന ആരെങ്കിലും ആ പള്ളിയിൽ നിന്ന് അവരെ കണ്ടുപിടിക്കുമോ ആവോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാൻ പരമാവധി പരിശ്രമിക്കും കേട്ടോ. മിക്കവാറും 2:30-ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും. എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 11-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കുര്യൻ്റെ നിർബന്ധപ്രകാരം പിറ്റേ ദിവസം കാലത്ത് തന്നെ ദേവികുളം രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്തു. അന്ന് വൈകിട്ടോടെ എല്ലാവരും തിരിച്ച് ആനക്കയത്ത് എത്തി. ഒരുത്തനെക്കൊണ്ട് പെണ്ണ് കെട്ടിച്ച് തിരിച്ചു വീട്ടിലെത്തിച്ചു. എന്നിട്ടും അവൻ്റെ വകയായി യാതൊന്നും വാങ്ങിത്തന്നില്ല. സാധാരണഗതിയിൽ കല്യാണ സദ്യ ഉണ്ടാവുന്നതാണ്. അതോ പോട്ടെ, എന്നാലും കുറഞ്ഞപക്ഷം വൈകുന്നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിത്തരും എന്ന് ഞാൻ വിചാരിച്ചു. എവിടെ, ഇവനെങ്ങും അങ്ങനെ ഒരു പദ്ധതി ഇല്ല. അതുകൊണ്ട് ഞാനും ആ പെൺകൊച്ചും വിശന്ന് തളർന്ന് ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇടമുളയിൽ വീട്ടുകാർ പരാതി കൊടുക്കുകയും പോലീസ് വരികയും ചെയ്തെങ്കിലോ എന്ന് പേടിച്ചാണ് രാവിലെ തന്നെ ദേവികുളം വരെ പോയി കറങ്ങി ചുറ്റി വന്നത്. അതിനിടയ്ക്ക് വിശപ്പ് പോയിട്ട് ദാഹം പോലും ഉണ്ടായില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വിശപ്പുണ്ടാകുന്നത്. കുര്യന് കാര്യം മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് തോന്നുന്നു. ചുമ്മാ തന്നെ ഒന്ന് കളിയാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് രണ്ടിനും ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. തട്ടിനാണെങ്കിൽ അത്ര കൂടിയ ബലവുമില്ല. അത് ഒരാൾക്ക് കിടക്കാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയ തട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 2 പേർക്കുമുള്ളത് നല്ലത് നമുക്കുണ്ടാക്കാം. ഏതായാലും വസ്ത്രം മാറാനും മറ്റും ഉപയോഗിക്കാവുന്ന ഒരു മുറിയാണത്. അത്രയും മാത്രം കണക്കാക്കിയാൽ മതി.
അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്നലെയും ആ മുറിയിൽ തന്നെ അല്ലായിരുന്നോ? അന്നേരം ചേട്ടായി ന്യായമൊന്നും പറയുന്ന കേട്ടില്ലല്ലോ. ഇന്നെന്താ പ്രത്യേകത? തട്ടും അതുതന്നെ, അവരും അതുതന്നെ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എടീ, ഇന്നലെ അവർ രണ്ടുപേരും വിവാഹിതരായിരുന്നില്ല. ഒളിച്ചോടിപ്പോന്ന 2 പേർ മാത്രമായിരുന്നു അവർ. ഇന്ന് പക്ഷേ അങ്ങനെയാണോ? നിയമപരമായി അവർ വിവാഹിതരല്ലേ? മാനസികമായി നേരത്തെ അടുത്തവരുമാണ്. അപ്പോൾ അവർക്ക് ശാരീരികമായി അടുക്കണമെന്ന് തോന്നിയെങ്കിലോ? അല്ല, അങ്ങനെ തോന്നിക്കൂടെ? നമ്മുടെ ഒരനുഭവം വെച്ച് നോക്കുമ്പോൾ നിനക്കെന്തു തോന്നുന്നു? പോ മനുഷ്യനെ, തക്കം എന്തെങ്കിലും കിട്ടിയെങ്കിൽ അപ്പോൾ ആ കാര്യം പറയാനേ സമയമുള്ളൂ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു പറയാൻ, അതും അവരുടെ കേൾക്കൽ. ആരുടെ കേൾക്കലാണേലെന്താ? ഭർത്താവിന് ഭാര്യയോട് പറയാവുന്നതിൽ കൂടുതലായി ഒന്നും കുര്യൻ പറഞ്ഞില്ല. അതും തൻ്റെ പ്രിയ ഭാര്യ ലീലാമ്മയോട്. അവൾക്ക് പറയുന്നതിലേ കുഴപ്പമുള്ളൂ, ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നാണവും മറ്റുള്ളവരെ കേൾപ്പിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അത് തനിക്ക് അറിയാത്തതല്ലല്ലോ. അതൊക്കെ പോകട്ടെ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ പോത്ത് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടോ? വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ വാങ്ങിത്തന്നിട്ടല്ലേ പോയത്. നീയല്ലേ ആള്, അതുകൊണ്ട് ഏതായാലും ചെയ്തു വെച്ചു കാണും. ആ കാര്യം ഏകദേശം എനിക്ക് ഉറപ്പാ പെണ്ണേ. അങ്ങനെയാണെങ്കിൽ ആ കത്രീനായെ കൂടി അടുക്കളയിലേക്ക് വിളിച്ചോ. 2 പേരും കൂടി വേഗം സാധനം വിളമ്പി ടേബിളിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായിക്കൂ. ലീലാമ്മയോട് ഒരു കാര്യം ഉണ്ടാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചാൽ അവൾ അത് നല്ല വെടിപ്പായി ഉണ്ടാക്കും എന്ന കാര്യം കുര്യന് എത്രയോ കാലമായി തീർച്ചയായ കാര്യമാണ്. എന്നാൽ എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ പോയി വാങ്ങാനെങ്ങാനും പറഞ്ഞാൽ അവൾ മുഖം കറുപ്പിക്കും. അവളുടെ നിറം മാറും. നിവൃത്തിയുണ്ടെങ്കിൽ പോവുകയില്ല. വീടിനുള്ളിൽ നിന്ന് ചെയ്യാവുന്ന എന്തു പണിക്കും ലീലാമ്മ റെഡി. പറഞ്ഞേൽപ്പിച്ചു പോയേച്ചാൽ മതി. ഏതു തരം ഭക്ഷണവും ശരിയാക്കാൻ അറിയാം. നല്ല രുചിയുമാണ്. കുര്യനും പിള്ളേർക്കും വലിയ കാര്യമാണ്. പുറമെ എവിടെ പോയി കഴിച്ചാലും തങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന അത്രയും രുചി ഉണ്ടാവുകയില്ല എന്ന് പിള്ളേര് പറയും. ശരിയാവില്ലെന്ന് കുര്യനും പറയും. അത് ലീലാമ്മയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എന്നാലും അവൾ അത് നിലനിർത്തുന്നതുകൊണ്ട് അവരുടെ ചിന്താഗതി മാറാതിരിക്കും. അതിനായി അവൾ പ്രത്യേകം ശ്രദ്ധിക്കും. ലീലാമ്മ കത്രീനായെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ബീഫ് കഷ്ണങ്ങൾ സാമാന്യം വലുതാക്കി മുറിച്ച് വേവിച്ച് ബിരിയാണി അരിയും വേറെ വേവിച്ച് രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ് ബീഫ് ബിരിയാണി തയ്യാറാക്കിയത്. ചേർക്കുന്ന മസാലയെക്കുറിച്ചൊന്നും ചോദിച്ചാൽ വ്യക്തമായി അറിയത്തില്ല. എന്നാലും ബിരിയാണിക്ക് ചേർക്കുന്ന ഐറ്റങ്ങളായ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം നന്നായി ചേർത്തിട്ടുണ്ട്. ആകെ കൂടി നല്ല ഒരു മണം. പാത്രം തുറന്നപ്പോഴേ കുര്യൻ നീട്ടി മണം പിടിക്കാൻ തുടങ്ങി. കുര്യൻ എന്താ ഇത്ര കാര്യമായി മണം പിടിക്കുന്നത്? എന്താണാവോ സ്പെഷ്യലായി വിഭവമുണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ഇത്ര രസകരമാണ് മണം പിടിക്കാനെങ്കിൽ തിന്നാൻ എന്തുമാത്രം രസമായിരിക്കും. ഇന്നത്തെ കല്യാണ സദ്യയുടെ ചെലവ് മുഴുവൻ നിന്റെ വകയാണ്. നീ അത് പിന്നെ തന്നാൽ മതി. വൈകുന്നേരം പോത്തിറച്ചി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ് എല്ലാവർക്കും സമൃദ്ധമായി വിളമ്പുന്നത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വീട്ടുകാർ മാത്രം. ഇന്നത്തെ ചെലവൊക്കെ ഞാനങ്ങ് തന്നേക്കാം. നീ എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ പകരം എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്തു കൊള്ളാം. മക്കളുടെ കല്യാണമോ മറ്റെന്തെങ്കിലുമൊക്കെ വരട്ടെ. ഞാൻ ഏതായാലും ഈ നാട്ടിൽ തന്നെ കാണുമല്ലോ. അവതച്ചൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ നല്ല വിഭവമായിരുന്നു ബീഫ് ബിരിയാണി. അയാൾ അത് ശരിക്കും ആസ്വദിച്ച് വയറ് നിറച്ചു കഴിച്ചു. അന്നത്തെ യാത്രയുടെയും അലച്ചിലിൻ്റെയും മടുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. വയറ് നിറച്ചുള്ള ഭക്ഷണവും കൂടി ആയപ്പോൾ തങ്ങളുടെ ആദ്യ രാത്രിയാണ് എന്നുള്ള വിവരം ഓർമ്മിക്കാതെ 2 പേരും തണുപ്പത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. മാത്രവുമല്ല, കുര്യൻ ഓർമ്മിപ്പിച്ച പ്രത്യേക കാര്യം തട്ടിൻ്റെ ബലക്കുറവിനെക്കുറിച്ചുള്ളതും ഓർമ്മയിലുണ്ടായിരുന്നു. എങ്ങാനും പൊളിഞ്ഞ് താഴെ വീണാൽ രാത്രിയിൽ അത് നാണംകേടുമാകും.
കൂടുതൽ അപകടവുമാകും ചിലപ്പോൾ. അതുകൊണ്ട് രണ്ടുപേരും അന്ന് സംയമനം പാലിച്ച് ചേർന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെയാണ് കത്രീനാമ്മ തങ്ങളുടെ സ്ഥലം വിശദമായി ഒന്ന് കണ്ടത്. ആ കൂടെ തന്നെയാണ് അവതയും ശരിയായി തങ്ങൾക്കുള്ള സ്ഥലം കണ്ടത്. കാര്യം പറഞ്ഞാൽ അളക്കാനും മറ്റുമായി നേരത്തെ ഒരിക്കൽ വന്നു കണ്ടിരുന്നെങ്കിലും അന്ന് ഇത്രയും വിശദമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തമായതുകൊണ്ടോ എന്തോ ആ സ്ഥലത്തിന് സാധാരണയിൽ കൂടുതൽ ഒരാകർഷണമുള്ളതായി അവർക്ക് തോന്നി. ഒരു അരികിലൂടെ ഒഴുകുന്ന അരുവി തന്നെ ആ പറമ്പിന് മനോഹാരിത കൂട്ടുന്നു. അരുവിയോട് ചേർന്ന് നിൽക്കുന്ന ഈറ്റക്കാടാണ് അടുത്ത മനോഹര ഭാഗം. അതുകൂടി കഴിഞ്ഞിട്ടാണ് അവരുടെ പറമ്പ് ശരിക്കും ആരംഭിക്കുന്നത്. പറമ്പ് നിറയെ മരങ്ങളും കുറ്റിക്കാടുകളുമാണ്. ആദ്യപടിയായി അത് മുഴുവൻ വെട്ടി കത്തിച്ചു വൃത്തിയാക്കണം. അതിനു മുൻപ് തന്നെ അവിടെ ഒരു കുടിൽ കെട്ടാനുള്ള സൗകര്യം കണ്ടുപിടിക്കണം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള പണി തുടങ്ങുകയും വേണം. കുര്യൻ്റെ വീട്ടിൽ എത്ര ദിവസം താമസിക്കാൻ പറ്റും? ഒരു കുടിൽ കെട്ടാൻ എത്ര ദിവസം വേണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരാശയം അവതച്ചന് ഇല്ലായിരുന്നു. എവിടെയാടാ പുതിയ ഒരു വീട് വയ്ക്കാൻ കൊള്ളാവുന്ന സ്ഥലം? നീ അതിന് പറ്റുന്ന സ്ഥാനമൊന്ന് കണ്ടേ. നിരപ്പായ സ്ഥലമായതുകൊണ്ട് സ്ഥലത്തിൻ്റെ ചെരിവ് എങ്ങോട്ടാണെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഏതായാലും രണ്ടും കൽപ്പിച്ചൊരു സ്ഥലം അങ്ങ് കണ്ട് അവിടെ ഒരു കുടിൽ വയ്ക്കുക. നാളെ മുതൽ തന്നെ പണി തുടങ്ങണം. ബാക്കിയുള്ള മരങ്ങളൊക്കെ പിന്നീട് വെട്ടി വീഴ്ത്തിയാലും മതി. മേയാൻ ഈറ്റയില കൊണ്ടുവരാൻ ഞാൻ 2 പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് അതവർ എത്തിക്കും. ഈ പറമ്പിൽ നിന്നുള്ള മരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തൂണ് വെട്ടിയെടുക്കാൻ പറ്റും. കഴിയുമെങ്കിൽ കഴുക്കോലിനുള്ള വണ്ണം കുറഞ്ഞ മരങ്ങൾ കാട്ടിൽ കയറി മുറിക്കാം. അതിനൊക്കെ ആയിട്ട് നാളെ 2 പേരോടുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വീട് പണിയാൻ സാമാന്യം നല്ല പരിചയവുമുണ്ട്. കൂലി അല്പം കൂടുതലാണ് കേട്ടോ. ആവശ്യ സമയത്ത് കൂലി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മാത്രവുമല്ല, നന്നായി പണിയെടുക്കുന്നവർക്ക് കൂലി കൂടുതൽ കൊടുക്കും. അതും മനസ്സോടെ തന്നെ കൊടുക്കാൻ പണിയെടുക്കുന്നവർക്ക് തോന്നുകയും ചെയ്യും. സമയം നഷ്ടപ്പെടുത്തുന്നവർക്കും പണിയെടുക്കാൻ മടിയുള്ളവർക്കും കൂലി കൊടുക്കാനാണ് പണിക്ക് വിളിക്കുന്നവർക്ക് മടി. അതൊന്നും സാരമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്ക് ഒരു കുടില് കെട്ടുകയാണ് അത്യാവശ്യം. കാര്യങ്ങളൊക്കെ മുന്നേ അറിഞ്ഞു ചെയ്തതുകൊണ്ട് നാളെ മുതൽ തന്നെ പണി തുടങ്ങാമല്ലോ. ഇല കൊണ്ടുവരുന്ന പണിക്കാർ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെയായി ബാക്കിയുള്ള സമയത്ത് വീടിന് ആവശ്യമായ ചെറ്റ ഉണ്ടാക്കി തരും. പിന്നെ നമ്മൾ അതുകൊണ്ട് മറ ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വീടിൻ്റെ തൂണും കഴുക്കോലും ഒക്കെ ഇട്ട് മേഞ്ഞു കഴിയുമ്പോഴേക്കും ആവശ്യമായ ചെറ്റ റെഡിയാക്കി തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് മുറി തിരിക്കുകയും തട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇവൻ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ ആകെ 2-3 ദിവസം കൊണ്ട് വീടിൻ്റെ പണി തീരും. പുതുമണവാട്ടിക്ക് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ പുതിയ വീട്ടിനുള്ളിൽ കയറുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യം വേണ്ടത് കുറേ പാത്രങ്ങളാണ്. അത് കത്രീനയെയും ലീലാമ്മ ചേച്ചിയെയും കൂടി ടൗണിൽ വിട്ടാൽ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യും. കുര്യൻ്റെ കണക്കുകൂട്ടൽ പ്രകാരമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വീടിൻ്റെ പണി മൊത്തത്തിൽ തീരുമല്ലോ. വരുന്ന ഞായറാഴ്ചയാകുമ്പോഴേക്കും വീട്ടിൽ കയറിക്കൂടൽ വയ്ക്കാമല്ലോ. അന്നത്തേക്ക് പള്ളിയിൽ പറഞ്ഞാൽ അച്ഛൻ വന്ന് വെഞ്ചരിച്ചു തരികയും ചെയ്യുമായിരിക്കും. അത് മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ച 2 പേർ താമസിക്കുന്ന വീട് വെഞ്ചരിച്ചു തരണമെന്ന് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ? ആദ്യം പള്ളിയിൽ വെച്ച് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ, അതിനുശേഷമേ വെഞ്ചരിപ്പ് കഴിയൂ എന്ന് അച്ഛൻ പറയാനാണ് സാധ്യത. ഏതായാലും ഈ ആഴ്ചയിൽ ഒരു ദിവസം പോയി അച്ഛനെ കാണണം. കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തീരുമാനമുണ്ടായി. പിറ്റേ ദിവസം തന്നെ ഒടിച്ചു കൊണ്ടുവന്ന ഈറ്റയില ആവശ്യത്തിന് മിച്ചം കൊണ്ടുവന്ന് വീടിനായി തീരുമാനിച്ച സ്ഥലത്ത് കിട്ടി. അവർ തന്നെ ചെറിയ തോതിൽ വേണ്ട നീക്കം വലിച്ചു. മരത്തിൻ്റെ വേരുകളെല്ലാം മുറിച്ചു ദൂരെ കളഞ്ഞു. പിന്നെ വന്ന 2 പണിക്കാർ കൂടി പറമ്പിൽ നിന്ന് തൂണും അതിനടുത്ത് കാട്ടിൽ നിന്ന് ബാക്കി വേണ്ടതെല്ലാം പൊത്തി മുറിച്ചു കൊണ്ടുവന്ന് ഇല റെഡിയാക്കി കൊണ്ടുവന്നവർ തന്നെ ആവശ്യത്തിനുള്ള ഈറ്റ മുറിച്ച് ചെറ്റ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും അന്ന് വൈകുന്നേരമായി. 1-ാം ദിവസം അവിടെ കഴിഞ്ഞു.
പിറ്റേ ദിവസം തൂണ് നാട്ടി ഇഴയും വെച്ച് കഴുക്കോലിട്ടു. വാരിയടിച്ച് തീർത്തപ്പോഴേക്കും ആ ദിവസവും കഴിഞ്ഞു. ഒറ്റ ദിവസം കൂടി ഉണ്ടെങ്കിൽ വീടിൻ്റെ കാര്യം ക്ലിയറാവും. മേയുന്നതിന് മുൻപ് തന്നെ സൈഡ് മറയ്ക്കണമോ വേണ്ടയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും മേച്ചിൽ കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനമായി. 3-ാം ദിവസം വീടിൻ്റെ മേച്ചിൽ കഴിഞ്ഞു. കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ കുറെ കമ്പുകളെല്ലാം മുകളിൽ ഇട്ട് ഭദ്രമായി കെട്ടി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവതച്ചൻ്റെ വീട് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ വീടായി മാറി. 4-ാമത്തെ ദിവസം കൊണ്ട് തന്നെ വീട് മുഴുവൻ മറയ്ക്കുകയും ചെറ്റ കൊണ്ടൊരു തട്ടുണ്ടാക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം ആനക്കയം ടൗണിൽ പോയി അവിടെ കിട്ടാവുന്നത്രയും പാത്രങ്ങളും സാധനങ്ങളും അടുക്കളയിലേക്ക് വേണ്ടി ലീലാമ്മച്ചേച്ചിയും കത്രീനാമ്മയും കൂടി പോയി വാങ്ങിക്കൊണ്ടു വന്നു. അതിനടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ആദ്യമായി ആനക്കയം പള്ളിയിൽ നവദമ്പതികൾ കുർബാനയ്ക്ക് പോയി. അവരെ അറിയുന്ന ആരെങ്കിലും ആ പള്ളിയിൽ നിന്ന് അവരെ കണ്ടുപിടിക്കുമോ ആവോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാൻ പരമാവധി പരിശ്രമിക്കും കേട്ടോ. മിക്കവാറും 2:30-ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും.